ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അത്യാവശ്യം മസാലയോടുകൂടി ഉണ്ടാക്കുന്ന ഈ ഒരു മട്ടൻ കറി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 750 ഗ്രാം മട്ടൻ വെച്ചാണ് ഞാൻ ഈ ഒരു മട്ടൻ കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മട്ടൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മട്ടൻ്റെ വേവിനനുസരിച്ച് വേണം നമുക്ക് കുക്കറിൽ വിസിൽ കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം മട്ടൻ കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ മട്ടൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മട്ടൻ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമല്ലിയുടെ കൂടെ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കണം. ഇനി ഞാനിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കുരുമുളകും കൂടി ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 10-12 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനാവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായി അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിന്നായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും ചെറിയുള്ളിയും ഈ രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലപോലെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മട്ടൻ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്, അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ കൂടെ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി ചൂടാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ ഞാൻ പൊടികളെല്ലാം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്.
മസാലയുടെ എല്ലാം പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. മട്ടൺ കുക്ക് ചെയ്തെടുക്കാനായിട്ട് 5 വിസിൽ കൊടുത്ത് പ്രഷർ പോയതിന് ശേഷമാണ് ഞാനിവിടെ കുക്കർ തുറന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ മട്ടൺ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ കുക്ക് ചെയ്തെടുത്ത വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ മട്ടനിലെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മട്ടൻ കറി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്